ഗൈസ്, അപ്പം ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദിയയാണ് കേട്ടോ ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്കും ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും സാന്നിധ്യം ആ കുട്ടിക്ക് എന്താ പറയുക, ആ പ്രസവ സമയത്ത് ഉണ്ടായത്. ശരിക്കും നമുക്ക് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തന്നെ കരച്ചിൽ വന്നു പോയി കേട്ടോ. ഹസ്ബൻഡിനെ കൂടത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ സ്വന്തം അമ്മയൊക്കെ അടുത്ത് നിൽക്കുക, സഹോദരങ്ങളൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ശരിക്കും എനിക്ക് തന്നെ സന്തോഷം കൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത് അത്രയും ഭാഗ്യം ചെയ്ത കുട്ടിയാണ്, അത്രയ്ക്കും. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊന്നും ചിലപ്പോൾ അതൊന്നും പറ്റത്തൊന്നുമില്ലായിരിക്കും. പക്ഷെ നമുക്ക് ആ കുട്ടിയുടെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെങ്കിലും കിട്ടിയല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ അതിന് മുന്നേ കളിമണ്ണ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ശ്വേതാ മോഹൻ, സിനിമാ നടി ശ്വേത ചേച്ചി, അങ്ങനെ പ്രസവ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ അതിന് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ എന്താ പറയുക, കുലസ്ത്രീകളായിട്ടുള്ള കുറച്ച് അമ്മച്ചിമാർ. കാരണം പ്രസവം എന്ന് പറയുന്നത് പെൺകുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത്, അതെന്താണെന്ന് അറിയരുത്, അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷെ അത് തെറ്റായ കാര്യമാണ് കേട്ടോ. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർക്ക് കുറച്ചും കൂടി എന്താ പറയുക, വിവരം വെച്ചൊരു സമയം ആയതുകൊണ്ട് ആൾക്കാർ ഇതിനൊരു നെഗറ്റീവ് ഞാൻ കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അതിനെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അന്നത്തെ ആ സമയത്തെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ്. എല്ലാവരും കണ്ടു കഴിയുമ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള കാര്യം. ഒരിക്കലും മോശമല്ല. ആണുങ്ങൾ കണ്ടെന്ന് ഓർത്താൽ എന്താ കുഴപ്പം? കാണണം. ആണുങ്ങൾ കണ്ടാലേ പെൺകുട്ടികളെ ബഹുമാനിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കൊരു പരിഗണന. അവൾ ഇത്രയും ത്യാഗം സഹിച്ചാണല്ലോ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന് മനസ്സിലാക്കുമ്പം അവരോട് നമുക്ക് സ്നേഹം തോന്നുകയൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ കിടന്ന് അനുഭവിക്കുന്നു. നമ്മളൊരു മുറിക്കകത്ത് 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടുന്നു, നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ കിടന്ന് ബുദ്ധിമുട്ടുന്നു. ഇതെല്ലാം നമ്മൾ കണ്ട് നമുക്ക് തന്നെ ഒരു പേടിയാണ്. ദൈവമേ, ഇനി എന്നാ ചെയ്യും, ഇനി എന്തായിരിക്കും അടുത്ത ഡോക്ടർ വരുന്നു, അവർ വരുന്നു, ഇവർ വരുന്നു, എല്ലാവരും വന്നു കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുക. ഞാനൊക്കെ ലേബർ റൂമിൽ കിടന്ന് എന്താ പറയുക, പ്രഷർ കൂടി ഒരു രക്ഷയില്ലാതെ പ്രഷർ കൂടുമായിരുന്നു അവിടെ കിടന്ന്. കാരണം നമുക്ക് പേടിയാണ്. അവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നു, സിസ്റ്റർമാരിങ്ങനെ തിരുമുന്നു, പറക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു വേദന വരുന്നില്ല, എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കാകെ ടെൻഷൻ. അയ്യോ, എനിക്കെന്താ വേദന വരാത്തത്? എൻ്റെ അപ്പുറത്ത് കിടന്ന പെൺകുട്ടി പെട്ടെന്ന് പ്രസവിച്ചു. ഞാൻ ഓർത്ത്, ദൈവമേ, എനിക്കെന്താ പ്രസവിക്കാത്തത്, ഞാനെന്താ ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു പക്ഷേ നമ്മുടെ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല റിലാക്സൊക്കെ ആയി അവരോടൊക്കെ സംസാരിച്ച് എന്താ പറയുക, നമ്മുടെ മനസ്സിന് ആ ഒരു പേടിയോ ആ ഒരു പ്രഷർ നമുക്ക് ഉണ്ടാവില്ലായിരുന്നു ഒരിക്കലും. പെട്ടെന്ന് എനിക്ക് പ്രഷർ കൂടി എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്, ലേബർ റൂമിൽ നിന്ന്. അപ്പം നമ്മളെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ സാഹചര്യം, അവിടെ ആ കിടക്കുന്ന ആ ഒരു സാഹചര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ പേടിച്ച് പോയിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ലേബർ റൂം. കാരണം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ലേബർ റൂമിൽ കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുക, അന്ന് നമ്മുടെ വീട്ടുകാരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സാരമില്ല മോളെ, പേടിക്കണ്ടെന്നൊക്കെ ഒരു ആരെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ശരിക്കും സന്തോഷമായിരുന്നു എനിക്ക് കേട്ടോ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പം ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടിയത്. അങ്ങനെ ഒരു പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ അവരുടെ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ വേണം പ്രസവിക്കാനായിട്ട്. കാരണം എല്ലാവരും അറിയണം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്, എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് നമ്മൾ വരുന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊന്നും അറിയത്തില്ല ഇതെന്താണ് സംഭവം, എന്താണെന്ന് അറിയത്തില്ല. പ്രസവ വേദന എന്താണെന്ന് അറിയത്തില്ല, വേദന ഉണ്ടായിരുന്നോ അറിയത്തില്ല. അവരത് കണ്ടിട്ടില്ല, അവർക്കത് അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും അതറിഞ്ഞിരിക്കണം. എന്നാലും നമ്മൾ ആ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ ചെല്ലുന്ന ആളോട് നമുക്ക് ഒത്തിരി ബഹുമാനം തോന്നും. ഇതിങ്ങനെ സഹിച്ചാണല്ലോ ഒരു കുഞ്ഞുണ്ടായത്. ഇതിപ്പോൾ പറയുമ്പോൾ പ്രസവിച്ചെന്ന് ഇപ്പോൾ എങ്ങനെ പ്രസവിച്ചെന്നില്ല, 4 വാക്കില്ലാതെ അവിടെ പ്രസവിച്ചു എന്നൊരു അതായിപ്പോവും. പിന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം ഞാൻ ആലോചിക്കും, നമ്മുടെയൊക്കെ ഈ സാധാരണക്കാരൊക്കെ നമ്മളൊക്കെ ഇവിടെ ആശുപത്രിയിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഫോൺ എടുത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ നേരം അവർ പറയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചു, ഇതൊക്കെ ഇൻഫെക്ഷൻ ആവും, കൊച്ചിൻ്റെ അടുത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ട് നമുക്ക് അവിടെ മൊബൈലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറയല്ലേ ലേബർ റൂമിൻ്റെ ഭാഗത്തൊക്കെ. ചിലപ്പോൾ ഇവർക്കൊക്കെ അതിനുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി കൊടുത്തേക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ ഇവരൊക്കെ അങ്ങനെയൊക്കെ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.